വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വർഷങ്ങളായി കഷ്ടപ്പെട്ടിട്ടും കിട്ടാത്ത ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനെ വെറും ഒരാഴ്ച കൊണ്ട് തൂക്കിയടിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ പാർട്ടി തരംഗമാവുകയാണ്. കേട്ടുകാണും, കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. വെറും 7 ദിവസം കൊണ്ട് 1.8 കോടി ഫോളോവേഴ്സിനെയാണ് ഈ പേജിൽ വലിഞ്ഞു കയറ്റിയത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ ഒരു പരാമർശത്തെ ട്രോളിക്കൊണ്ട് ബോസ്റ്റണിലിരിക്കുന്ന അഭിജിത്ത് ദീപ്കെ എന്ന യുവാവ് തുടങ്ങിയ ഈ സംഗതി പക്ഷേ ഇപ്പോൾ വെറുമൊരു തമാശയല്ല. ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്നും രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളെയും നീതിന്യായ വ്യവസ്ഥയും തകർക്കാൻ ബോധപൂർവം നടത്തുന്ന രാജ്യവിരുദ്ധ പ്രചാരണമാണ് ഇതെന്നുമാണ് വ്യക്തമാകുന്നത്. ചീഫ് ജസ്റ്റിസ് തന്റെ പരാമർശത്തെ തൊഴിലില്ലാത്ത യുവാക്കളെയല്ല, വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകളുമായി നടക്കുന്ന തട്ടിപ്പുകാരെയാണ് ഉദ്ദേശിച്ചതെന്ന് തൊട്ടടുത്ത ദിവസം തന്നെ കൃത്യമായി തിരുത്തി പറഞ്ഞിരുന്നു. എന്നിട്ടും ആ തിരുത്ത് മനഃപൂർവ്വം മറച്ചുവെച്ചുകൊണ്ട് രാജ്യത്തെ യുവാക്കളെ മുഴുവൻ അപമാനിച്ചു എന്ന രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ കൊഴുപ്പിച്ചത്. ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങളെയും പരമോന്നത കോടതിയും ലോകത്തിനു മുന്നിൽ നാണം കെടുത്താനും ജനങ്ങൾക്കിടയിൽ അതൃപ്തി പുകയ്ക്കാനും വിദേശത്തിരുന്ന് നടത്തുന്ന വലിയൊരു ഗൂഢാലോചനയാണിതെന്നും വ്യക്തമാണ്. വെറും 4-5 ദിവസം കൊണ്ട് ഇത്രയും കോടി ആളുകൾ ഒരു പേജിലേക്ക് ഒഴുകിയെത്തിയത് സാധാരണക്കാരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എങ്കിലും ഡിജിറ്റൽ രംഗത്തുള്ളവർ ഇതിലെ കള്ളത്തരം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിദേശത്ത് നിന്നുള്ള ലക്ഷക്കണക്കിന് വ്യാജ പോട്ട് അക്കൗണ്ടുകൾ കാശു കൊടുത്ത് വാങ്ങിയാണ് ഈ ഫോളോവർ കൗണ്ട് കുത്തനെ ഉയർത്തിയത്. ഇൻസ്റ്റഗ്രാമിൽ ഇത്രയും കോടികൾ മറയുമ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിൽ ഈ പാർട്ടിക്ക് പറയത്തക്ക ഒരു ചലനവുമില്ല. ഇതിൽ നിന്ന് തന്നെ ഈ ലൈക്കും ഫോളോവേഴ്സും വെറും കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതാണെന്ന് വ്യക്തമാണ്. പ്രതിപക്ഷ പാർട്ടി നേതാക്കളായ അഖിലേഷ് യാദവും തൃണമൂൽ MPമാരും ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ നോക്കുന്നുണ്ട് എങ്കിലും രാജ്യത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന ഇത്തരം സോഷ്യൽ മീഡിയ തരംഗങ്ങൾക്കെതിരെ കടുത്ത അമർഷമാണ് പൊതുസമൂഹത്തിൽ ഉയരുന്നത്. ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ് രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഇത്തരം ഡിജിറ്റൽ സ്റ്റണ്ടുകൾ വെറും കാറ്റ് നിറച്ചു വെച്ച ബലൂണാണെന്നും ദിവസങ്ങൾക്കുള്ളിൽ ഇതിന്റെ കാറ്റ് പോകുമെന്നുമാണ് വിലയിരുത്തലുകൾ. ഇതിനോട് ചേർന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന വാർത്തയാണ് മെറ്റ കമ്പനിയിൽ നിന്നും ലക്ഷക്കണക്കിന് ജീവനക്കാരെ സാധനങ്ങൾ എടുത്ത് സ്ഥലം വിട്ടോളൂ എന്ന് പറഞ്ഞ് ഒരൊറ്റ മെയിലിലൂടെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട സംഭവം. തങ്ങളുടെ ജീവനക്കാരോട് ഇത്രയും ക്രൂരത കാണിക്കുന്ന, ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഇത്തരം വിദേശ കോർപ്പറേറ്റ് സോഷ്യൽ മീഡിയ ഭീമന്മാരെയാണ് ഇന്ത്യയിൽ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കാൻ ഈ കോക്രോച്ച് പാർട്ടിക്ക് തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഒത്താശ ചെയ്തു കൊടുക്കുന്നത് എന്ന വൈരുദ്ധ്യം നമ്മൾ തിരിച്ചറിയണം. സ്വന്തം രാജ്യത്തെ വിശ്വസ്ത സ്ഥാപനങ്ങളെ തകർക്കാൻ വിദേശത്തു നിന്നും പണമൊഴുക്കി ബോട്ട് അക്കൗണ്ടുകൾ വാങ്ങിക്കൂട്ടുമ്പോൾ ഈ സോഷ്യൽ മീഡിയ കമ്പനികൾ അതിന് മൗനാനുവാദം നൽകുകയാണ് ചെയ്യുന്നത്. മെറ്റ കമ്പനിയിൽ നിന്നും ഇന്ത്യൻ യുവാക്കളടക്കമുള്ള ഉദ്യോഗസ്ഥരെ യാതൊരു ദാക്ഷിണ്യമില്ലാതെ തെരുവിലേക്ക് ഇറക്കി വിടുമ്പോൾ അതേ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇന്ത്യയിലെ യുവാക്കളെ ഭരണകൂടത്തിനെതിരെയും സുപ്രീം കോടതിക്കെതിരെയും തിരിക്കാൻ ഈ കോക്രോച്ച് അജണ്ടക്കാർക്ക് എങ്ങനെ സാധിക്കുന്നു? രാജ്യത്തെ തൊഴിലായ്മയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഈ വിദേശ സ്ട്രാറ്റജിസ്റ്റുകൾ എന്തുകൊണ്ടാണ് ഇത്തരം ആഗോള കോർപ്പറേറ്റ് ചൂഷണങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടാത്തത്?